ഇന്ന് രാത്രിയിൽ ദൈവോദരത്തിന് ചിന്തിക്കാനുണ്ട്. എഫേസ്യ ലേഖനം അതിന്റെ 5-ാം അധ്യായം 14-ാമത്തെ വാക്യം. എഫേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 14. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്നും എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. അപ്പൊ അവിടെ വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, എന്നാൽ ഉറങ്ങുന്നവനെ, അതുകൊണ്ട് ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്നിൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. ഉറങ്ങുന്നവനെ. അപ്പൊ അവിടെ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തായിരുന്നു, ഉറങ്ങുന്ന ഒരാള് എവിടെയെങ്കിലും മാറിക്കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ ആളുകൾ ഓർക്കും ഉറങ്ങാന്ന്. എന്നാൽ മരിച്ചവരുടെ കൂടെ ഒരാൾ ഉറങ്ങുന്നവൻ ചെന്ന് കിടന്ന നാട്ടിൽ കാണുന്നവർ പറയും ഇയാൾ മരിച്ചവരുടെ കൂടെയാന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേക്കണം. നമ്മൾ അതിനോട് ചേർന്ന് വായിച്ചായിരുന്നു ബുക്ക് ഓഫ് ഐസിയ ചാപ്റ്റർ 52 വേഴ്സ് 1 and 2. നമ്മൾ ആ വാക്യമാണ് മൺഡേ വായിച്ചത്. നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. ബുക്ക് ഓഫ് ഐസിയ ചാപ്റ്റർ 52 വേഴ്സ് 1 and 2. സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. വിശുദ്ധ നഗരമായ യെരൂശലേമേ, നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക. ഇനിമേൽ അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. പൊടി കുടഞ്ഞു കളക. യെരൂശലേമേ, എഴുന്നേറ്റിരിക്കുക. ബദ്ധിയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളക. ഇവിടെ വാക്യം പറയുന്നത് ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളക. അപ്പൊ എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. അപ്പൊ ഈ ആഴ്ചയിലെ മെസ്സേജ് ഇതാണ്, റൈസ് ആൻഡ് ഷൈൻ, എഴുന്നേൽക്കുക, പ്രകാശിക്കുക. നമ്മൾ നാളെ കഴിഞ്ഞൊക്കെ ഇതേ പുസ്തകത്തിൽ തന്നെ അടുത്തൊരു വാക്യത്തിൽ നമ്മൾ ചിന്തിക്കും. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? ബദ്ധയായ സിയോൻ പുത്രി, ബദ്ധയായ സിയോൻ പുത്രി. അപ്പൊ നിങ്ങൾ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ ബന്ധനങ്ങളെ, കഴുത്തിലെ ബന്ധനങ്ങളെ പൊട്ടിച്ചു കളക, കുടഞ്ഞു കളക. അപ്പൊ അവിടെ ആ ഒരു അഭിസംബോധന നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് വിളിക്കുന്നത്, ബദ്ധയായ സിയോൻ പുത്രി. അപ്പോഴേ ചിന്തിച്ചു നോക്കുക, സിയോൻ എന്ന് പറയുന്നത് ജയത്തിന്റെ ഘോഷമുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ ഇവരെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ബദ്ധയായ സിയോൻ പുത്രി. നീ സിയോൻ പുത്രിയാ, പക്ഷെ ബന്ധനത്തിൽ കിടക്കാം. സിയോൻ പുത്രിയാണ്, പക്ഷെ ബന്ധനത്തിലാണ് നീ. അവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന നിനക്ക് സ്വാതന്ത്ര്യം വരുന്നത് വേറെ ആരുടെയോ അഭിഷേകത്തിൽ നിന്നല്ല, വേറെ ആരുടെയോ കയ്യിൽ നിന്നല്ല. ഇന്ന് നമ്മൾ അല്പം മുമ്പ് കേട്ട പല സാക്ഷ്യങ്ങളെ ഇവിടെ പറഞ്ഞല്ലോ, പലരുടെ സാക്ഷ്യങ്ങളെ പറഞ്ഞു. അപ്പൊ ആ വ്യക്തികളെല്ലാം തന്നെ ചെയ്ത കാര്യം എന്താ? അവരവർ പ്രാർത്ഥിച്ചു, അത്ഭുതങ്ങളെ നേടി. അപ്പൊ ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്ന ഒരു വാക്ക് ഇതാണ്. അതായത് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സിയോൻ പുത്രി, നീ ചങ്ങല പൊട്ടിച്ചു കളക, മുഖങ്ങളെ കുടഞ്ഞു കളക. അതിന് കാരണം എന്താണെന്നറിയാമോ? നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പരസ്യ ശുശ്രൂഷ കാലത്ത് ലൂക്കോസ് 13 18 വർഷം കൂനിയായിരുന്ന ഒരു സ്ത്രീയെ സൗഖ്യമാക്കിയ ഒരു സംഭവം എഴുതിയിട്ടുണ്ട്. അപ്പൊ അവിടെ യേശു ആ സ്ത്രീയെ സൗഖ്യമാക്കിയപ്പോ പള്ളിപ്രമാണി നീരസപ്പെട്ടു. നിങ്ങൾക്ക് വേറെ പണിയില്ലേ? ആഴ്ചയിൽ 6 ദിവസമില്ലേ? 6 ദിവസം പണിയെല്ലാം ചെയ്യണം, 7-ാം ദിവസം സ്വസ്ഥമായിട്ടിരിക്കണം. 7-ാം ദിവസം വന്ന് ഇവിടെ രോഗസൗഖ്യത്തിനൊന്നും വരരുത്, 6 ദിവസം കൊണ്ട് കാര്യങ്ങളൊക്കെ സാധിച്ചോണം. അവിടെ പറഞ്ഞ കാര്യം. അങ്ങനെ അവരോട് അത് പറഞ്ഞപ്പോ ഇവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്. അതായത് യേശുക്രിസ്തു ആ പള്ളിപ്രമാണിയോട് സംസാരിച്ച സംഭാഷണം ഇങ്ങനെ. അതായത് നിങ്ങളുടെ ആടോ മാടോ ഒരു കുഴിയിൽ വീണാൽ നിങ്ങൾ അതിനെ പിടിച്ചു കയറ്റത്തില്ലേ ശബത്ത് ദിവസം? നിങ്ങളുടെ മകനൊരു പ്രയാസം ഉണ്ടായി നിങ്ങൾ അവന് വേണ്ടി നിൽക്കത്തില്ലേ? എന്നിട്ട് പറയുന്ന ഒരു കാര്യം, അങ്ങനെയെങ്കിൽ 18 വർഷമായി സാത്താൻ ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ
അപ്പൊ അവിടെ യേശു പറയുന്നത് അബ്രഹാമിന്റെ മകളാകിയാൽ ഇവൾ അടിമത്വത്തിൽ കിടക്കേണ്ടവളല്ല. അബ്രഹാമിന്റെ മകളാകിയാൽ ഇവൾ അടിമത്വത്തിൽ കിടക്കേണ്ടവരല്ല. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാൻ 8:33. അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല, നിങ്ങൾ സ്വതന്ത്രന്മാർ ആകും എന്ന് നീ പറയുന്നത് എങ്ങനെ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ അവിടെ യേശു പറഞ്ഞു, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഉടനെ അവിടെ മറുപടി ഇതാ, അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്, ആർക്കും അടിമകളായിരുന്നിട്ടില്ല. അപ്പൊ ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾ സ്വതന്ത്രരാണ്. അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് വായിക്കാം റോമാലേഖനം 8-ാം അധ്യായം 15-ാം വാക്യം. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 15. റോമൻസ് 8. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിനോ ദാസത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പൊ അവിടെ വാക്യം വളരെ വ്യക്തമായി പറയുന്നു, നമ്മള് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മൾ പ്രാപിച്ചത്. നമ്മള് വീണ്ടും ദാസത്വത്തിലേക്ക് പോകാൻ, അടിമത്വത്തിലേക്ക് പോകാനല്ല. ഇവിടെ വാക്യം വളരെ വ്യക്തമായി പറയുന്നു, പിന്നെയും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന്, പിന്നെയും അടിമത്വത്തിൽ പോകാതിരിക്കേണ്ടതിന് വാക്യം വളരെ വ്യക്തമായി പറയുന്നു, വളരെ വ്യക്തമായി പറയുന്നു, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്. അങ്ങനെയാണെങ്കിൽ പുത്രന്മാർക്ക് അടിമത്വമില്ല. ഇവിടെ ഏഷ്യാവ് 52:2 പറയുന്നത്, സിയോൻ പുത്രി, നിന്റെ ചങ്ങല കുടഞ്ഞുകളാ. രാത്രിയില് പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാനുള്ള ദൂതത, നിന്റെ സൗഖ്യം, നിന്റെ വിടുതൽ, നിന്റെ സ്വാതന്ത്ര്യം ആരുടെയോ കൈവപ്പിലല്ല ഇരിക്കുന്നത്, ആരുടെയോ മധ്യസ്ഥ പ്രാർത്ഥനയും അല്ല ഇരിക്കുന്നത്, ആരുടെയോ ഉപവാസ പ്രാർത്ഥനയും അല്ല ഇരിക്കുന്നത്. നിന്റെ വിടുതൽ ഇരിക്കുന്നത് നിന്റെ പുത്രത്വത്തിലാണ്. നീ പുത്രിയാണ്, പുത്രനാണെന്ന് തിരിച്ചറിയുമ്പോ നിന്റെ ഒരു പ്രത്യേകതയാണ്, നീ ചങ്ങലകളെ കുടഞ്ഞു കളയും. ഇന്ന് സ്വാതന്ത്ര്യമില്ലാതിരിക്കുന്ന ആരാന്നറിയാവോ? സ്വാതന്ത്ര്യത്തിന് ആളുകളുടെ പുറകെ ഓടി നടക്കുന്ന ആരാന്നറിയാവോ? മക്കളാന്ന് അറിയാത്തവർ. പുത്രത്വം തിരിച്ചറിഞ്ഞവർ പറയും, എന്റെ മേൽ ശാപം വാഴുകയില്ല. യേശുവിന്റെ നാമത്തിൽ അവര് അധികാരത്തെ ഉപയോഗിച്ചിട്ട് പറയും, ഞാൻ പാപിയല്ല, ഞാൻ രോഗിയല്ല, ഞാൻ ശപിക്കപ്പെട്ടവനല്ല, ഞാൻ കടഭാരത്തിനകത്തല്ല, ഞാൻ കുറ്റബോധത്തിൽ കിടക്കുന്നവനല്ല, ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഞാനൊരു അനുഗ്രഹമാണ്, ഞാനൊരു അനുഗ്രഹമാണ്, ഐ ആം എ ബ്ലെസ്സിങ് പറഞ്ഞുകൊണ്ടിരിക്കും. സദൃശ്യവാക്യം 18 പറയുന്നു, ജീവനും മരണവും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ വാക്കിനാൽ നീ കുറ്റം വിധിക്കപ്പെടും, നിന്റെ വാക്കിനാൽ നീ നീതീകരിക്കപ്പെടുകയും ചെയ്യും. ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ആരാണെന്ന് എന്ന ബോധ്യം നമ്മുടെ അകത്ത് ആഴമായി വേരുറച്ച് പറയണം. ഞാൻ പുത്രനാണ്, പുത്രിയാണ്, ആകയാൽ എന്റെ മേലൊരു ചങ്ങല കിടക്കുന്നത് അനീതിയാണ്. വചനത്തിൽ പറയുന്നത് അനുസരിച്ച് ഞാൻ സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിക്കപ്പെട്ട വ്യക്തിയാണ്, ഞാൻ അടിമത്വത്തിൽ കിടക്കാൻ വിളിക്കപ്പെട്ട വ്യക്തിയല്ല, ഞാൻ സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിക്കപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ഈ സ്വാതന്ത്ര്യത്തിന്റെ ബോധ്യം നമ്മുടെ അകത്തുണ്ടാകണം. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാം ബ്രദറെ. റോമാലേഖനം 8-ാം അധ്യായം 15-ാം വാക്യം.
നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിനും ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ അത്രയും പ്രാപിച്ചത്. 2-ാം വാക്യം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നും ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇവിടെ എന്റെ ഫ്രീഡം, സിയോൻ പുത്രി, നിന്റെ ചങ്ങലകളെ കുടഞ്ഞുകളക. അപ്പൊ ചങ്ങലയെ കുടഞ്ഞു കളയാനായിട്ട് നീ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, നീ ആരാകുന്നു എന്ന് തിരിച്ചറിയാം. നീ ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ ആ ചങ്ങല പിന്നെ നിന്റെ മേൽ കിടക്കത്തില്ല. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവിൽ എനിക്ക് സ്വാതന്ത്ര്യം വരുത്തി. അപ്പൊ ചങ്ങല കുടഞ്ഞു കളയാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ചങ്ങല കുടഞ്ഞു കളയാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ക്രിസ്തുവിലാണ് എന്ന് തിരിച്ചറിയാം. അതായത് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ആനയും ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു ആനയും പൂച്ചയും തമ്മില് പഞ്ചഗുസ്തി പിടിച്ച് അതിൽ ശക്തൻ ആരാണ് തെളിയിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഒരു കാര്യമില്ല. നിൽപ്പിൽ തന്നെ അറിയാം ആരാ വലിയവനെന്ന്. ഞാൻ പറയട്ടെ, നീ ദൈവത്തിന്റെ മക്കളാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവിടെ പിന്നെ യുദ്ധമില്ല. നീ അവിടെ നിന്നാ മതി, ശത്രു തോറ്റിരിക്കും. കാരണം 1 യോഹന്നാൻ 4:4 പറയുന്നു, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ള അവനേക്കാൾ വലിയവൻ. നിങ്ങളുടെ പ്രതിസന്ധികൾ വലുതായി തോന്നിയേക്കാം, നിങ്ങളുടെ വെല്ലുവിളികൾ വലുതായി തോന്നിയേക്കാം, പക്ഷെ നിങ്ങളും തിരിച്ചറിയാമോ, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. Who he is in you, he is greater than who he is in the world. നിങ്ങളുടെ അകത്തിരിക്കുന്ന ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളുടെ സാഹചര്യങ്ങൾ എത്ര ഞെരുക്കവും പ്രയാസവും പ്രതികൂലവും നിറഞ്ഞായിക്കോട്ടെ, എത്ര വെല്ലുവിളി നിറഞ്ഞതായിക്കോട്ടെ, നിങ്ങൾ എപ്പോഴാണോ തിരിച്ചറിയുന്നത് നിങ്ങളുടെ അകത്തുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്, ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്, ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അതായത് സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ചങ്ങലയെ കുടഞ്ഞു കളക. ആ ചങ്ങല കുടഞ്ഞു കളയാനായിട്ട് അവിടെ വേറെ ഒരു പണിയും ചെയ്യേണ്ട കാര്യമില്ല. നീ പുത്രനാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ചുമക്കുന്ന വെല്ലുവിളികൾ എത്ര വലുതാണെങ്കിലും, എത്ര വലിയ വെല്ലുവിളികളുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കുന്നെങ്കിലും, ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. ആകിയാൽ അടിമത്വത്തിന് നിങ്ങളുടെ മേൽ വാഴാൻ അധികാരമില്ല. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുക. ഐ ആം ഫ്രീ, ഐ ആം ഫ്രീ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഹല്ലേലൂയ. ഇപ്പൊ എഴുന്നേൽക്കാം. വീണ്ടും വായിക്കാം ഇതിന്റെ 60-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. Chapter 60 verse 1. ബുക്ക് ഓഫ് ഐസയ, ഏശയാവിന്റെ പുസ്തകം 60-ാം അധ്യായം 1-ാം വാക്യം. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അവിടെ 2 കാര്യം പറയുന്നു. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം, നിന്റെ പ്രകാശം. Arise and shine, your light has come. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നിന്റെ പ്രകാശം. ഈ നിന്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ,
നമുക്ക് അടുത്ത വാക്യം നാളെ ചിന്തിക്കാം. തൊട്ടടുത്ത വാക്യത്തിൽ പറയുക, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെ മൂടുമ്പോ ഇത് നിനക്കുള്ളതല്ല കേട്ടോ. അന്ധകാരം ഭൂമിയെ മൂടും, അത് നിന്റേതല്ല. കൂരിരുട്ട് ജാതികളെ മൂടും, നിന്റേതല്ല. നിന്റേതോ പ്രകാശമാ, അത് വന്നിരിക്കുന്നു. അതെപ്പോഴാ വന്നത്? എല്ലാവരുടെയും അന്ധകാരം മാറിക്കഴിഞ്ഞപ്പോ, എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയി കഴിഞ്ഞപ്പോ, എല്ലാ ഇലക്ഷനൊക്കെ കഴിഞ്ഞപ്പോ, പുതിയ ആളുകളൊക്കെ വന്നപ്പോ, കാര്യങ്ങളൊക്കെ മാറിയപ്പോ, സാമ്പത്തിക അരിശിതാവസ്ഥയൊക്കെ ദേശത്തുനിന്ന് മാറിയപ്പോ, ദേശത്തിന്റെ സംസ്കാരമൊക്കെ മാറിയപ്പോ, ആളുകളൊക്കെ മാറിയപ്പോ അല്ല പ്രിയപ്പെട്ടവരെ, അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെ മൂടി നിൽക്കുമ്പോൾ നിന്റെ പ്രകാശം ഇരുട്ട് നിനക്കുള്ളതല്ല, അന്ധകാരം നിനക്കുള്ളതല്ല, നിനക്കുള്ളത് വെളിച്ചമാണ്. നിന്റെ പ്രകാശം. അതിനകത്ത് ആ ഒരു വാക്കിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുക. നിന്റെ പ്രകാശം, നിന്റെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പലപ്പോഴും നിരാശപ്പെട്ടു പോകുന്നതിന് ഒരു കാരണമുണ്ട്. ഒന്നാമത് നമ്മൾ പറയും, ഓ അവരെല്ലാരും കൂടെ എന്റെ ജീവിതം അങ്ങ് തകർത്തു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരെല്ലാം തകർക്കാൻ വന്നാലും നിന്റെ ജീവൻ എവിടെയായിരുന്നു? നിന്റെ വെളിച്ചം എവിടെയായിരുന്നു? നിന്റെ അകത്തൊരു വെളിച്ചം വന്നത് നീ അറിയാത്തത് കൊണ്ട് അവർ നിന്നെ തകർക്കാൻ കാരണമായത്. ഇന്ന് രാത്രി നിങ്ങളുടെ വിളി, യുവർ കോളിംഗ് ഈസ് യുണീക്ക്. നിന്റെ വിളി അത് മറ്റുള്ളവരുടെ വിളിയുമായിട്ട് ഒരു ബന്ധവുമില്ല. നിന്റെ വിളി അസാധാരണമായതാണ്. ആ രോഗം വന്ന് ചുറ്റുപാടുകൾ ഒത്തിരി പേര് കിടപ്പിലായി കാണും, പക്ഷെ നിന്റെ വിളി വേറെയാ. ആ ജോലി പോയപ്പോ ഒത്തിരി പേര് നാടുവിട്ട് ഓടിക്കാണും, പക്ഷെ നിന്റെ വിളി വേറെയാ. ആ കോഴ്സ് തോറ്റപ്പോ അതോടെ ചിലരുടെ ജീവിതം തകർന്നു, പക്ഷെ നിന്റെ ഡെസ്റ്റിനി വേറെയാ. ആ ഒരു ബിസിനസ് കോൺട്രാക്ട് നഷ്ടപ്പെട്ടപ്പോ ഒത്തിരി പേരുടെ ജോലി പോയി, കാര്യങ്ങൾ പോയി, പക്ഷെ നിന്റെ വിളി വേറെയാ. ഒരു പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ജീവിതമാകെ പോക്കാം, പക്ഷെ നിന്റെ വിളി വേറെയാ. ആ നിയമം അങ്ങനെ വന്നതുകൊണ്ട് ഇനി സാധ്യതയില്ല, അത് നിന്റെ വിളി അല്ല, നിന്റെ വിളി വേറെയാ. ദാനിയേലിന് വിരോധമായി കൽപ്പന നിൽക്കുമ്പോ തന്നെ, സിംഹത്തിന്റെ കുഴിയിലിട്ട് കൊന്നുകളയണമെന്ന് കൽപ്പന നിൽക്കുമ്പോ തന്നെ കൽപ്പന നിവർത്തിച്ചു. പക്ഷെ ദാനിയേലിനെ തൊടാൻ പറ്റിയില്ല. യഹൂദ കുഞ്ഞുങ്ങളെല്ലാം നൈൽ നദിയിൽ എറിഞ്ഞു കൊന്നുകളയണമെന്ന് നിയമം അവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോഴും ആ നിയമം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ നിയമത്തിന് ബാധിതനായ, നിയമത്താൽ ബന്ധിക്കപ്പെട്ട മോശ ഈ നിയമം പറഞ്ഞ ഫറവോന്റെ വീട്ടിൽ ഓടിച്ചാടി കളിക്കുക. ആമേൻ. ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പറയാം, യു ആർ സ്പെഷ്യൽ. You are so special. നിന്റെ ജീവിതത്തിനകത്ത് എത്രത്തോളം വിഷമതകളിൽ കൂടെ നീ പോകുന്നതായിട്ട് നിനക്ക് തോന്നിയാലും നീ അതിനെ അംഗീകരിക്കരുത്. ബട്ട് യുവർ കോളിംഗ് ഈസ്, ബിക്കോസ് യുവർ കോളിംഗ് ഈസ് ഡിഫറെന്റ്. നീ ഇത് കഴിഞ്ഞ് പുറത്തു വരും. ശദ്രക്കിനെയും മേശക്കിനെയും ആബേദ്നെഗോയും കൊണ്ട് തീക്കകത്ത് കൊണ്ടിട്ടു. കൽപ്പനാകാരും അവിടെ സംഭവിച്ച കാര്യം, അവരെ കൊണ്ടുപോയി ഇടാൻ വന്ന സോൾജിയേഴ്സ് അവര് എന്തു മരിച്ചു. പക്ഷെ ഇവര് തീക്കകത്തൂടെ നാലാമന്റെ കൂടെ ഇറങ്ങി നടന്ന് സന്തോഷിക്കുക. അകത്ത് ഭയങ്കര ആരാധന. കാരണം എന്താണെന്നറിയാമോ? ആമേൻ. ഈ തീ അനേകരെ കൊന്നതാ. ബട്ട് യു ആർ സ്പെഷ്യൽ.
നിന്റെ പ്രകാശം വന്നിരിക്കുക. ഇന്ന് രാത്രി ഞാൻ പറയാം, ഇന്ന് ഇത് നിന്റെ ദിവസമാണ്. നിന്റെ ഒരു സ്പെഷ്യൽ അനോയിന്റിങ്ങിന്റെ ദിവസമാണ്. നിന്റെ ഒരു സ്പെഷ്യൽ മൂവിന്റെ ദിവസമാണ്. നിന്റെ അസാധാരണ ചലനത്തിന്റെ ദിവസമാണ്. നിന്റെ സാഹചര്യങ്ങളെ മാറി മറിയുന്ന ദിവസമാണ്. നീ ഒരു അനുഗ്രഹമായി തീർന്ന ദിവസമാണ്. നീ മാനിക്കപ്പെടുന്ന ദിവസമാണ്. നീ അനുഗ്രഹിക്കപ്പെടുന്ന ദിവസമാണ്. ഹല്ലേലൂയ. നിന്റെ വാഗ്ദത്തത്തിന്റെ വാഗ്ദത്തത്തിലേക്ക് നീ കാലെടുത്ത് വെക്കുന്ന ദേശമാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഇന്ന് നിന്റെ വാഗ്ദത്ത ദേശത്തേക്ക് നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞാൽ ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ മുക്കിക്കളഞ്ഞിട്ട് ഹല്ലേലൂയ പാട്ടുപാടി നിന്നെ വാഗ്ദത്ത ദേശത്തേക്ക് കാലെടുത്ത് വെപ്പിക്കുന്ന ഒരു പുതിയ സീസന്റെ ഡേ. ആമേൻ. ഹല്ലേലൂയ. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നിന്റെ പ്രകാശം, നിന്റെ പ്രകാശം, നിന്റെ പ്രകാശം. ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിക്കാം. ആമേൻ. ഹല്ലേലൂയ, നീ ഇരുട്ടിനകത്ത് കിടക്കാനുള്ള ആളല്ല. നീ തകരാനുള്ള ആളല്ല. നീ നശിച്ചു പോകാനുള്ള ആളല്ല. ആമേൻ. നീ തോറ്റു പോകാനുള്ള ആളല്ല. ആമേൻ. അനേകർ ഇതേ മേഖലയിൽ തകർന്നവരാ. അനേകർ ഇതേ സ്ഥലത്ത് പൊളിഞ്ഞവരാ. അനേകർ ഇതേ സ്ഥലത്ത് അഡ്രസ് ഇല്ലാതായവരാ. അനേകർ ഈ സ്ഥലത്ത് യു ആർ സ്പെഷ്യൽ. എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, അനേകരെ വെല്ലുവിളിച്ചവർ ഒരു പക്ഷെ നിങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളോട് ഞാൻ പറയാം, ഹല്ലേലൂയ, നിങ്ങളോട് അവർ വെല്ലുവിളിച്ചാൽ അത് ഹല്ലേലൂയ പിന്നെ അവർക്ക് ആരോടും വെല്ലുവിളിക്കേണ്ടി വരത്തില്ല. കാരണം നീ സ്പെഷ്യലാ. നീ സ്പെഷ്യലാ. നീ സ്പെഷ്യലാ. ഗോലിയാത്തെ ശൗലിനോട് വർത്താനം പറഞ്ഞ പോലെ, മറ്റ് പട്ടാളക്യാമ്പിനോട് വർത്താനം പറഞ്ഞ പോലെ ദാവീദിനോട് പറയരുതേ. ദാവീദിന്റെ വലിപ്പം കണ്ടിട്ട് നീ തുള്ളരുത്. ദാവീദിന്റെ വലിപ്പം കണ്ടിട്ട് നീ പ്രവചിക്കാൻ പോരുത് കേട്ടോ. ദാവീദിന്റെ വലിപ്പം കണ്ടിട്ട് നീ അവനെ ശപിക്കാൻ നിൽക്കരുത്. കാരണം ദാവീദിന്റെ വലിപ്പം നീ കാണുന്ന വലിപ്പമല്ല. ദാവീദിന്റെ വലിപ്പം നീ മനസ്സിലാക്കിയ വലിപ്പമല്ല. ദാവീദിന്റെ വലിപ്പം എന്താണെന്നറിയാമോ? അവനെ നിയോഗിച്ച ഒരു ദൈവമുണ്ട്. അവന്റെ വലിപ്പമാ ദാവീദിന്റെ വലിപ്പം. ദാവീദിനെ നിയോഗിച്ച, ദാവീദിനെ അഭിഷേകിച്ച, ദാവീദിനെ നിർത്തിയ, ദാവീദിനെ തെരഞ്ഞെടുത്ത, ദാവീദിനെ ആരോട് ഉയർത്തിയ, ദാവീദിനെ പറഞ്ഞയച്ച, ദാവീദിനെ തെരഞ്ഞെടുത്ത, അവൻ കാട്ടിനകത്ത് ആടിനെ മേച്ചുകൊണ്ടിരുന്ന, അവൻ നാറ്റം വെച്ചുകൊണ്ട് ദാവീദിനെ അവൻ തെരഞ്ഞെടുത്തു കൊണ്ടുവന്ന ദൈവത്തിന്റെ വലിപ്പമാ ദാവീദിന്റെ വലിപ്പം. ഇവൻ ഒറ്റയ്ക്ക് നോക്കിയാ ദാവീദ് കൊച്ചുപയനാ. പക്ഷെ അവനെ നിർത്തിയ ദൈവം വലിയവനാ. പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കിക്കേ. എല്ലാരെയും വെല്ലുവിളിച്ച ഗോലിയാത്ത് ഒരൊറ്റ നിമിഷം കൊണ്ട് തകിടമറിഞ്ഞു കാര്യങ്ങള്. കാരണം എന്താണെന്നറിയാമോ? അവന്റെ ദാവീദിന്റെ പ്രകാശം, ദാവീദിന്റെ പ്രകാശം, ദാവീദിന്റെ പ്രകാശം വന്നിരിക്കുന്നു. രാത്രി ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ your light has come. നിന്റെ പ്രകാശം, നിന്റെ പ്രകാശം. ഇതുവരെ നീ ആയിരുന്നതല്ല കേട്ടോ. ഇനി ഇതുവരെ നീ ആയിരുന്നതല്ല. ഇനി ഇന്ന് രാത്രി ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയാം, പലരോടും പറയട്ടെ, നീ ഇതുവരെ ആയിരുന്നതല്ല ഇന്നു മുതൽ മുന്നോട്ട്. ഇതുവരെ ആയിരുന്ന പോലല്ല. ഇതുവരെ നീ പ്രാർത്ഥിച്ച പോലല്ല ഇനി നീ പ്രാർത്ഥിക്കുമോ? ഇതുവരെ നീ പ്രവചിച്ചതുപോലല്ല ഇനി നീ പ്രവചിക്കുമോ? ഇതുവരെ നീ ബൈബിൾ വായിച്ചതുപോലെ അല്ല നീ ബൈബിൾ വായിക്കുമ്പോ. ഇതുവരെ സുവിശേഷം പറഞ്ഞ പോലെ അല്ല നീ സുവിശേഷം പറയുമ്പോ. ഇതുവരെ ശുശ്രൂഷിച്ചതുപോലെ അല്ല ഇനി നീ ശുശ്രൂഷിക്കുമ്പോ. ഇതുവരെ നിന്റെ സാമ്പത്തിക മേഖലയിൽ എങ്ങനെയായിരുന്നോ അതുപോലെ അല്ല ഇനി നീ മുന്നോട്ട്. ഇതുവരെ നാട്ടുകാർ എങ്ങനെ നിന്നെ കണ്ടോ അതുപോലെ അല്ല നീ ഇനി മുന്നോട്ട്. Your calling is different. You are different because your God is different. എഴുന്നേറ്റ് പ്രകാശിക്ക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ പ്രകാശം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെ എഴുന്നേറ്റ് പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്ന ഇത്രേ ഉള്ളൂ, നിന്റെ തിരിച്ചറിവിനെ മാറ്റുക. നീ ഇതുവരെ പറഞ്ഞുകൊണ്ട് നടന്നില്ലേ, ആ വാക്കിനെ പറയുന്നത് നിർത്ത്. ആ ശാപത്തിന്റെ വാക്ക് പറയുന്നത് നിർത്ത്. ആ നെഗറ്റീവ് പറയുന്നത് നിർത്ത്. ആമേൻ. അത്ഭുതത്തിനും അടയാളത്തിനും അവരെവിടെയും പുറകെ ഓടി നടക്കുന്ന പരിപാടി നിർത്ത്. ഹല്ലേലൂയ. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നീ എഴുന്നേക്ക്, നീ എഴുന്നേക്ക്. ഹല്ലേലൂയ. ആമേൻ. നീ എഴുന്നേക്ക്. ഈ പ്രകാശം നിന്നെ എഴുന്നേൽപ്പിക്കുന്ന പ്രകാശമാണ്. ഈ പ്രകാശം ഹല്ലേലൂയ നിനക്ക് അഡ്രസ് തരുന്ന പ്രകാശമാണ്. ഈ പ്രകാശം നിന്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ്. ഹല്ലേലൂയ. ആമേൻ. അത് നിനക്കുള്ളതാ.
ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പറയട്ടെ, ഹല്ലേലൂയ. ചിലരുടെ ജീവിതങ്ങൾ മാറുക, ചിലരുടെ ജീവിതങ്ങൾ മാറുക, ചിലരുടെ ജീവിതങ്ങൾ മാറുക, ചിലരുടെ ജീവിതങ്ങൾ മാറുക യേശുവിന്റെ നാമത്തിൽ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത് ഹല്ലേലൂയ, അത് അങ്ങനെ തന്നെ പറയാൻ, അത് അങ്ങനെ തന്നെ പറയാൻ, അത് അങ്ങനെ തന്നെ ഹല്ലേലൂയ പറയാനായിട്ട് എൻ്റെ ഉള്ളിൽ പ്രേരണ വരികയാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അനേകരെ ദഹിപ്പിച്ചു കളഞ്ഞ തീ, അനേകരെ കൊന്നു കളഞ്ഞ സിംഹം, അനേകരെ തകർത്ത് കളഞ്ഞ ഗോലിയാത്ത്. ഹല്ലേലൂയ. ആമേൻ. തെരഞ്ഞെടുക്കപ്പെട്ടവന്റെ മുമ്പിൽ ആമേൻ പതറിപ്പോയതുപോലെ ഇന്ന് ചിലരുടെ മുമ്പിൽ ആമേൻ ചില തീ കെട്ടുപോകുക, സിംഹത്തിന്റെ വായ് അടഞ്ഞു പോവുക, ചില ഗോലിയാത്തുമാർ താഴെ വീഴുന്ന രാത്രി യേശുവിന്റെ നാമത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേറ്റ് നിന്ന, നിനക്ക് വിരോധമായി വാദിച്ചുകൊണ്ട് നിന്ന, നിനക്ക് വിരോധമായി സംസാരിച്ചുകൊണ്ട് നിന്ന ആമേൻ ചില പ്രതിസന്ധികൾ, അതെ നിന്റെ പ്രകാശം, യുവർ ലൈറ്റ് ഹാസ് കം. ആമേൻ. ഹല്ലേലൂയ. മനസ്സില് ആമേൻ ആരോടും പറയാൻ കഴിയാതെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന വിങ്ങലുകൾ, ഹല്ലേലൂയ, ഇന്ന് കർത്താവിന്റെ ഇടപെടലിന് മുമ്പിൽ ആ കോട്ടകൾ ഇടിയുക, ആ കോട്ടകൾ ഇടിയുക, ആ പ്രതിസന്ധികൾ തകർന്ന് 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 തരിപ്പണമാകുക, തരിപ്പണമാകുക, തരിപ്പണമാകുക യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം, നിന്റെ പ്രകാശം, യുവർ ലൈറ്റ് ഹാസ് കം. ആമേൻ. ഹല്ലേലൂയ. അതായത് ചിലതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ്, അതായത് ഇനി സാധ്യമല്ല എന്ന് പറഞ്ഞ ചില വിഷയങ്ങള് കർത്താവ് പറയും വിതിൻ ഡേയ്സ് ഇനി അത് നടക്കത്തില്ല, ഇനി ജോലി കിട്ടത്തില്ല, ഇനി വിവാഹം നടക്കത്തില്ല, ഇനി കുഞ്ഞുണ്ടാകത്തില്ല, ഇനി ഒരു അഭിവൃദ്ധി ഇല്ല, ഇനി ഒരു ഉയർച്ചയില്ല എന്ന് ഡെഡ് ലൈൻ കഴിഞ്ഞു, എക്സ്പയർഡായി, ഇനി ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞിടത്ത് ഇന്ന് രാത്രി സ്വർഗത്തിന്റെ കരം ഇറങ്ങുന്നു. സാഹചര്യങ്ങളെ പൊട്ടിക്കുന്ന, അവസ്ഥകളെ മാറ്റുന്ന, യെസ്, അതിന് പുറകിൽ നിൽക്കുന്ന ചില ശാപത്തിന്റെ, കേഴ്സിന്റെ പവറുകൾ, ആമേൻ, ചിലതിനോട് കണക്ട് ആയതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ നിൽക്കുന്ന ചില കേഴ്സസ്, ചില ശാപനുഖങ്ങൾ, യെസ്, ചില ശാപനുഖങ്ങൾ, യെസ്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പറയുക, ആമേൻ ഹല്ലേലൂയ, എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണമെന്ന് അറിയാതെ പോലെ നിൽക്കുന്ന ചില ശാപനുഖങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പൊട്ടുന്നു. Name of Jesus. The name of Jesus. The name of Jesus. എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം, നിന്റെ പ്രകാശം, that is yours. നീ വേറെ ആരെയും നോക്കണ്ട. ആരുടെ ജീവിതത്തിലെ ഹിസ്റ്ററിയും നീയുമായിട്ട് ഒത്തുപോകത്തില്ല. ബിക്കോസ് യു ആർ സ്പെഷ്യൽ. നീ ഒറ്റയ്ക്കാണോ? ജോലി സ്ഥലത്ത് നീ ഒറ്റയ്ക്കാണോ? വീട്ടില് നീ ഒറ്റയ്ക്കാണോ? സ്കൂളില് നീ ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്ക് നിന്നവരാരും ചെറിയവരല്ല കേട്ടോ. ഒറ്റയ്ക്ക് നിന്നവരാരും ചെറിയവരായിട്ടില്ല. അവരെല്ലാം നമ്പർ 1 ആയിട്ട് മാറിയെങ്കിൽ ദിസ് ഈസ് യുവർ സീസൺ, ദിസ് ഈസ് യുവർ ഡേ. ഞങ്ങളുടെ നല്ല കർത്താവ്, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്ക് സ്തോത്രം ചെയ്യും. ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രാത്രി കർത്താവ്, ചില ശാപനുഖങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന നാളുകൾ കഴിഞ്ഞിട്ടും, ആ കാര്യങ്ങൾ നടക്കേണ്ട സീസൺ കഴിഞ്ഞിട്ടും, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടും, ആ കാര്യങ്ങൾക്ക് നീക്കമില്ലാത്ത പോലെ നിൽക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അത്ഭുത വിടുതൽ കൽപ്പിക്കുന്നു. അതിനുവേണ്ടി നിയമങ്ങൾ വഴിമാറട്ടെ, സാഹചര്യങ്ങൾ വഴിമാറട്ടെ, അവസ്ഥകൾ വഴിമാറട്ടെ, അത്ഭുതകരമായ വിടുതൽ അതിന്റെ മേൽ സംഭവിക്കട്ടെ. അധികാരികളുടെ ഹൃദയം അനുകൂലമായി ചലിക്കട്ടെ. അവർക്ക് വേണ്ടി എഴുന്നേൽക്കേണ്ടവർ എഴുന്നേൽക്കട്ടെ, അവർക്ക് വേണ്ടി പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കട്ടെ. അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കട്ടെ. കർത്താവ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയെ സൂക്ഷിക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.